ഹലോ കൂട്ടുകാരെ, രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ എന്നെപ്പോലെ നിങ്ങൾക്കും മടിയാണോ? എനിക്ക് ഒത്തിരി മടിയാണ് കേട്ടോ. അങ്ങനെ മടിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോഴാണെങ്കിൽ ഇതേ കറണ്ടും പോയി. അപ്പോൾ വേറെ എന്താ വഴി? ഒരു ക്യാൻഡിലിൻ്റെ വെട്ടത്തിൽ നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടാക്കാം. അല്ലാതെ ഇപ്പം എന്താ ചെയ്യല്ലേ? ചപ്പാത്തിയും അതിനുള്ള കറിയും ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതിനാൽ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മൾക്ക്. എൻ്റെ കയ്യിൽ കുറച്ച് പനീരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ മാവ് പരത്തിയിട്ട് അതിലേക്ക് പനീര് ഗ്രേറ്റ് ചെയ്തിട്ടു. പനീരിന് പകരം നമ്മൾക്ക് ഉരുളക്കിഴങ്ങാണെങ്കിൽ അത് പുഴുങ്ങിയത് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി കേട്ടോ. കുറച്ച് സവാള, ഒരു പച്ചമുളക് ഓപ്ഷനിലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നമുക്കൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാമറയിലൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് സ്പൂണും കൊണ്ടൊക്കെ ഒന്ന് ഇളക്കുന്നത്. കൈകൊണ്ടാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് 4 വശവും നമ്മൾക്ക് ഫോൾഡ് ചെയ്തൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കുറച്ചൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒട്ടിയൊക്കെ പോയിട്ടുണ്ട്. കഴിക്കാനുള്ളതല്ലേ, എന്തായാലും എന്താ ടേസ്റ്റ് ഉണ്ടായാൽ പോലെ. അപ്പോൾ ഇതുപോലെ ഒരു പോക്കറ്റൊക്കെ ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നെയ്യിൽ പരത്തിയതായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നത്. അല്ലല്ലോ, ടേസ്റ്റിലല്ലേ കാര്യം. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പനീർ പോക്കറ്റയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് തിരിച്ചും മറിച്ചും കുറച്ച് നെയ്യ് ഒഴിച്ച്, നെയ്യിലായിരിക്കോട്ടെ കുറച്ചും കൂടി ടേസ്റ്റ് എണ്ണയിലേക്കാളും. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് മൊരിയിച്ചെടുക്കാം. കുട്ടികൾക്ക് ചൂടോടെ കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റായിട്ട് അവർ കഴിച്ചോളും. ഇതിന് കറിയൊന്നും വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രാവിലെ ടിഫിനിലൊക്കെ ആണെങ്കിലും ഇത് കൊടുത്തു വിട്ടാൽ നല്ലതായിരിക്കും. ഒരു ഓംലെറ്റും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മളുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ റെഡി ആയിട്ടുണ്ട്. സമയവും ലാഭം, പണിയും എളുപ്പം.